ഹലോ എവ്രിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള 11th ക്ലാസ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. +1 പഠിക്കുന്ന കുട്ടികൾക്ക് നമുക്കറിയാം സെപ്റ്റംബർ 6 തൊട്ട് പരീക്ഷയാണ്. എല്ലാം ഒന്നും പഠിക്കേണ്ട, ഫോക്കസ് ഏരിയ മാത്രം, ഫോക്കസ് ഏരിയ തന്നെ പഠിക്കുക അല്ലെ. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? ഈ ചാനലിലൂടെ നമ്മൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്ട്സിന്റെ ഏതൊക്കെയാണോ പഠിക്കേണ്ടത്, എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഈ ചാനലിലൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പഠിപ്പിക്കുമെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു. അതാണ് ഞാൻ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതും. സോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണ്? നമുക്ക് ഇനിയും ഇതേപോലത്തെ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഇൻഫോർമേഷൻസും അതേപോലെയുള്ള പഠിക്കാനുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അതുമാത്രമല്ല, ഇനി തൊട്ട് ആർക്കൊക്കെയാണോ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി, +1 സ്റ്റുഡൻസിന് ഇതിനെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കൂടെ തുടങ്ങുന്നുണ്ട്. ഓർക്കുക, എല്ലാവരും ഇതിൽ കയറരുത്. +1 പഠിക്കുന്ന കുട്ടികൾ മാത്രം കയറുക, പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ മാത്രം കയറുക. അതിൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, എന്ത് ചെയ്യുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും സെപ്റ്റംബറിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, A+ മേടിച്ചു തരാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3 സബ്ജക്ട്സിൽ എന്ത് ചെയ്യാം, A+ മേടിച്ചു തരാം. ജയവല്ല, A+ തന്നെ മേടിച്ചു തന്നിരിക്കും. ഓക്കെ, സോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിലൂടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്കപ്പം നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫിസിക്സ്. +1 ഫിസിക്സിലെ 8ാമത്തെ ചാപ്റ്റർ. ഞാൻ 1ാമത്തെ 2ാമത്തെ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല, കാരണം ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ മാത്രമല്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. നേരത്തെ ഇതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങളായിരുന്നു ഉള്ളത്, ഫോക്കസ് ഏരിയ ഒഴിച്ച. പക്ഷേ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്. 1 യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, 2 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ്, 3 ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഡെപ്ത്. ഈ 3 കാര്യങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നും കൂടെ ഇതിനകത്ത് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ ഡിസ്കസും കൂടെ ചെയ്യാം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് കാണുക. ചിലപ്പോൾ നിങ്ങൾ 1 മിനിറ്റ് സ്കിപ്പ് ചെയ്താലായിരിക്കും ആ 1 മിനിറ്റിലായിരിക്കും നമ്മുടെ വേണ്ടപ്പെട്ട സാധനം കിടക്കുന്നത്. ആ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്തായിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെയും ചോദിക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഈ ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇതാണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള 1ാമത്തെ പോർഷൻ. എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? നമുക്ക് ആദ്യമേ ആ ഡെഫിനിഷൻ നോക്കാം. എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് attracts each other with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഒന്നും മനസ്സിലായില്ലല്ലോ? ഇനി നമുക്ക് നോക്കാം. എന്താ, നമുക്കറിയാം നമ്മുടെ ബോഡിയിലുള്ള അല്ലെ, നമ്മുടെ യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡീസും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. ഈച്ച് ആർ ദേ ഹാവ് എ അട്രാക്ഷൻ. ആ അട്രാക്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? 2 ബോഡീസ് അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് വേണം. ഇപ്പൊ ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് പറയുന്നത് എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. ഈ യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡീസും എന്ത് ചെയ്തോണ്ടിരിക്കുക? അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് എ ഫോഴ്സ്, ഒരു ഫോഴ്സുമായിട്ട്. അപ്പൊ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമുക്ക് ആദ്യമേ എവറി ബോഡി ഒന്ന് കൺസിഡർ ചെയ്യേണ്ട, ഒരു 2 ബോഡീസ് കൺസിഡർ ചെയ്യാം. ഞാൻ ഇവിടെ 2 ബോഡി കൺസിഡർ ചെയ്തു. ഒരു വലുതും ഒരു ചെറിയൊരു ബോഡി. വേണമെങ്കിൽ നമുക്ക് ഇതിന് മാസ് കൊടുക്കാം. ഇതിനൊരു മാസ് ഉണ്ടാവുമല്ലോ, M1 എന്ന് കൊടുക്കാം. ഇതിന്റെ മാസ് M2 എന്ന് കൊടുക്കാം. അപ്പൊ 2 ബോഡീസ് ഉണ്ട്. 2 ബോഡീസ് M1 ആൻഡ് M2. ഇത് തമ്മിൽ എന്തുണ്ട്? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അതല്ലേ പറഞ്ഞിരിക്കുന്നേ, എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. സോ ദർ ഈസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇത് തമ്മിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക? അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആ? ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആ? വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ നേരെ നേരെ എഴുതുക. വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു
പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ? മാത്സിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക. പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് അതിന്റെ അർത്ഥം എന്താ? അതിന്റെ മാസസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അതിന്റെ വെയിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ M1 ഉം ഇവിടെ M2 അത് തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. അപ്പം M1 into M2. മനസ്സിലായല്ലോ? ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇൻവേഴ്സ്ലി അതായത് താഴെ എഴുതുക, പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇപ്പൊ നമുക്കറിയാം ഈ M1 M2 തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ലെറ്റ്സ് സേ ഇറ്റ് ഈസ് R. ആന്ന് വെക്കുക. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 6. അപ്പം ഇതിന്റെ എന്താണ് സ്ക്വയർ? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലേ? എന്റെ അർത്ഥം എന്താ? സ്ക്വയർ, ആറിന്റെ സ്ക്വയർ. ഇൻവേഴ്സ്ലി ആയതുകൊണ്ടാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. എവ്രി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് ഈച്ച് അതർ. യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡീസും എന്ത് ചെയ്തിരിക്കുക? അട്രാക്ട് ചെയ്യുക വിത്ത് എ ഫോഴ്സ്. എന്തുമായിട്ട്? ആ ഫോഴ്സ് ഏതാ? വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. അതിന്റെ മാസസ് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക, M1 into M2. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അത് എന്തിനോട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? അത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അതാണ് R² എന്ന് കൊടുത്തിരിക്കുന്നത്. ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത് എഴുതുക, എക്സ്പ്രഷൻ ചോദിച്ചാൽ നമ്മൾ എന്തുവാ? F is directly proportional to M1 M2 divided by R². പക്ഷെ നമുക്കറിയാം, നമ്മൾ ഫിസിക്സ് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും മാത്സ് പഠിച്ചാലും നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കണ്ടാൽ അവിടെ എന്ത് ചെയ്യും? അതിനെ അങ്ങോട്ട് മാറ്റി ഒരു കോൺസ്റ്റന്റ് ഇടും. ഇവിടെയും അതേപോലെ നമ്മൾ ഒരു എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോൺസ്റ്റന്റ് ഇടുന്നുണ്ട്. ആ കോൺസ്റ്റന്റ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ആ കോൺസ്റ്റന്റ് ആണ് ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ. ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നായിരുന്നു, നമ്മളിപ്പോ അത് മാറ്റുമ്പോൾ എന്തായി? F is equal to I. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ ഈക്വൽ ടു G. ഇതാണ് നമ്മുടെ പുതിയ കോൺസ്റ്റന്റ് G. ബാക്കി അതേപോലെ തന്നെ എന്താണ്? G M1 M2 ഡിവൈഡഡ് ബൈ R². ഇപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഉണ്ടോ? ഇല്ല. ബാക്കി എന്നാ നമ്മളിവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട്. ബാക്കി നമ്മുടെ ഇക്വേഷൻ അതേപോലെ. F is equal to G M1 M2 divided by R². പരീക്ഷയ്ക്ക് ചോദിക്കാം സ്റ്റേറ്റ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡെഫിനിഷൻ എങ്ങനെ എഴുതണം? എക്സ്പ്രഷൻ ചോദിച്ചാൽ റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ചോദിച്ചാൽ F is equal to G M1 M2 divided by R². ഇത് തന്നെ എഴുതാം. ഇനി എന്താണ് ഈ G? അത് പഠിച്ചു നോക്കണം. എന്താണ് ഈ G? ക്യാപിറ്റൽ G. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇത് മറക്കരുത്. ഇനി ഇവിടുന്ന് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എന്താണ് ജിയുടെ വാല്യൂ? ജിയുടെ വാല്യൂ കൂടെ അറിഞ്ഞിരിക്കണം. ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.67 into 10⁻⁻11 യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം. ഓർത്തോണം, ജിയുടെ വാല്യൂ എത്രയാണ്? 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം. മനസ്സിലായല്ലോ? ഇത്രേ ഉള്ളൂ ഈ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇത് പഠിക്കുക. പക്ഷെ ഞാൻ ഒരു കാര്യവും കൂടെ പറയാം. ഇതുവരെ നമ്മുടെ +1 എക്സാമിന് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ചോദിച്ചിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും പിന്നെ ഈ ഫോക്കസ് ഏരിയയിൽ ഇത് തന്നത്? ഇത് പഠിക്കാതെ നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തന്നിട്ടുള്ളത്. ഇനി ചോദിച്ചിട്ടേ ഇല്ല, ഞാൻ ഇത് നേരത്തെ തന്നെ പറയുന്നു. പക്ഷെ ചോദിച്ചിട്ടുള്ള എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് G. ജിയുടെ വാല്യൂ എത്രയാണ്? 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇനി ഇത് കാണാൻ പഠിച്ചില്ലേലും കുഴപ്പമില്ല. കാരണം എന്നാ? നിങ്ങൾക്കറിയാം, നിങ്ങൾ +1 എക്സാമിന് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് കാണും, ലോഗരിതം ബുക്ക് എന്ന് പറഞ്ഞ ഒരു ബുക്ക്. ആ ബുക്കിനകത്ത് ഇതിന്റെ വാല്യൂ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വാല്യൂ ഉണ്ട്, ഇതിന്റെ ഡയമെൻഷൻ ഉണ്ട്. സോ പഠിക്കുക. പഠിച്ചില്ലേലും കുഴപ്പമില്ല. പഠിച്ചില്ലേലും നമുക്ക് എവിടെയുണ്ട്? ലോഗരിതം ബുക്കിൽ സംഭവം കിടപ്പുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത പോർഷൻ നോക്കാം. അടുത്ത പോർഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല, പക്ഷേ ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയാം അല്ലെ? നമുക്ക് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എല്ലാവർക്കും അറിയാം, 9.8 m/s². ഇതൊരു ആക്സിലറേഷൻ ആണ്, അതുകൊണ്ടാണ് m/s². ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗ്രാവിറ്റി കൊണ്ടുള്ള ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ഞാനൊരു ബോഡി കൺസിഡർ ചെയ്യുക. ആ ബോഡി ഇരിക്കുന്നത് നമ്മുടെ എന്ത് ചെയ്യുന്നു? എർത്തിന്റെ സർഫസിലാണ് ആ ബോഡി ഇരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ എർത്ത് ആണെന്ന് ഞാൻ സങ്കല്പിക്കുന്നു. ഇത് ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R. അപ്പൊ ഒരു ബോഡി എന്ത് ചെയ്തിരിക്കുക? ഈ സർഫസിൽ ഇങ്ങനെ ഇരിക്കുക. ഈ ബോഡിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ M. ഓർത്തോണം, മാസ് ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് എത്രയാണ്? മാസ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ M ആണ്. നമ്മുടെ എന്താ കൺസിഡർ ചെയ്തിരിക്കുന്നത്? മാസ് ഓഫ് എർത്ത് ആണ് അല്ലെ?
മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എം എന്ന് ഞാൻ എടുത്തു. മനസ്സിലായാലോ? ഇനി റേഡിയസ് അറിയാലോ. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ റേഡിയസ്? ആ റേഡിയസ് ഓഫ് എർത്ത്. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എന്ന് ഞാൻ എടുത്തു. ഓക്കെ, നമുക്ക് സ്മോൾ ലെറ്റർ ആറോ എന്ത് വേണേലും എടുക്കാം. ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു. ഇനി നോക്കി, നമ്മൾ ഓൾറെഡി ഇതിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. എന്തായിരുന്നു ഫോഴ്സിന്റെ ഇക്വേഷൻ? എഫ് ഈസ് ഈക്വൽ ടു ജി എം M1 M2 എന്നായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? രണ്ട് ബോഡീസ് ഉണ്ട്. ആ ബോഡി എന്താ? ഒന്ന് എർത്തും ഒന്ന് മാസ് ഓഫ് ദ ബോഡി. ഒരെണ്ണം ക്യാപിറ്റൽ എം, ഒരെണ്ണം എന്താ? സ്മോൾ ലെറ്റർ എം. അപ്പം ജി M1 M2 പകരം ജി ക്യാപിറ്റൽ എം സ്മോൾ ലെറ്റർ എം ഡിവൈഡഡ് ബൈ ആർ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ സ്ക്വയർ നമുക്ക് കൊടുക്കാം. ആർ സ്ക്വയർ. ഇനി നോക്കിയേ, ഇതാണ് നമുക്കറിയാവുന്നത്. ഇനി നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന ഈ ബോഡി, ഈ മാസ് എം ഉള്ള ബോഡി, ഇതിന് താഴോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമല്ലോ അല്ലെ? താഴോട്ടുള്ള ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സിന്റെ സാധാരണ ഇക്വേഷൻ. എന്താണ് ഫോഴ്സിന്റെ സാധാരണയുള്ള ഇക്വേഷൻ? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. എം എ എന്ന് പഠിച്ചിട്ടുണ്ട്. എഫ് ഈസ് ഈക്വൽ ടു എം എ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ നമുക്ക് എമ്മിന് എയ്ക്ക് വരെ എന്ത് കൊടുക്കാം? ജി എന്ന് കൊടുക്കാം. ഇവിടെ ഞാൻ ഈ എഫിന്റെ സ്ഥാനത്ത് എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? എം ജി എന്ന് കൊടുക്കും. മനസ്സിലായാലും എന്തുകൊണ്ടാണ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, എം ജി ആണ്. അപ്പൊ ഞാൻ ഇതിന് വരെ എന്ത് കൊടുത്തു? എം ജി എന്ന് കൊടുത്തു. ബാക്കി എന്തുണ്ട്? ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി നോക്കിയേ, ഇവിടെ ഈ സ്മോൾ ലെറ്റർ എം ഇവിടെ ഉണ്ട്, ഇവിടെ സ്മോൾ ലെറ്റർ എം ഉണ്ട്. അപ്പൊ രണ്ടും ക്യാൻസൽ ചെയ്യാലോ അല്ലെ? ബാക്കി എന്നാ ഉണ്ട്? ജി ഇസ് ഈക്വൽ ടു എന്താ? ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കണ്ടോ? ജി ഉണ്ട്, ക്യാപിറ്റൽ എം ഉണ്ട്, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഉണ്ട്. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ക്യാപിറ്റൽ ജിയുടെ ഇക്വേഷൻ. മനസ്സിലായാലോ? ഇതാണ് എന്ത്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ലെറ്റർ ജി, അതിന്റെ ഇക്വേഷൻ. ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ എർത്ത്, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ദ എർത്ത്. ഇത് മൂന്നും കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ജി ഇസ് ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള വാല്യൂ അല്ലേ ഇത്? ഇങ്ങനെയാണ് ഈ വാല്യൂ വരുന്നത്. ജിയുടെ വാല്യൂ അറിയാലോ, 6.67 × 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. മാസ് ഓഫ് ദ എർത്ത് അറിയാം, റേഡിയസ് ഓഫ് ദ എർത്ത് അറിയാം, 6400 കിലോമീറ്റർ. ഇതെല്ലാം നമുക്ക് എന്തുണ്ട്? അറിഞ്ഞില്ലേലും ലോഗരിതം ടേബിളിൽ കിടപ്പുണ്ട് കേട്ടല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഈ എന്ത് വന്നത്? ജിയുടെ വാല്യൂ വന്നത്. ഇത് ഞാൻ ആരോടും ബൈ ഹാർട്ട് ചെയ്യാനൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കുക. ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ജിയുടെ വാല്യൂ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. മക്കളെ, അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്നത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ഓർ ഓൾട്ടിറ്റ്യൂഡ് എച്ച്. ഇമ്പോർട്ടന്റ് ചോദിച്ചാൽ ഉറപ്പാ, 3 മാർക്ക് ഉറപ്പാ, സുഖമായിട്ട് കിട്ടുന്ന മാർക്കാ. ശ്രദ്ധിച്ചിരുന്നു. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ഓർ ഓൾട്ടിറ്റ്യൂഡ് എച്ച്. അതായത് നമുക്കറിയാം, നമ്മൾ എർത്തിന്റെ സർഫസ് വരെയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത് ഫോഴ്സിന്റെ ഇക്വേഷൻ. ആ സമയത്ത് നമ്മുടെ ഈ ബോഡീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എർത്തിന്റെ വെളിയിലേക്ക് ഒരു ഹൈറ്റ് എച്ചിലേക്ക് കൊണ്ടുപോകാം. ശ്രദ്ധിച്ചേ, ഇവിടെ ആദ്യം നമ്മൾ ഒരു എർത്ത് കൺസിഡർ ചെയ്തു. എർത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എം. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബോഡീനെ വെളിയിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ കൊണ്ടുപോകാൻ കിട്ടും ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് സർഫസിൽ നിന്ന്, എർത്തിന്റെ സർഫസിൽ നിന്ന് വെളിയിൽ വരെയുള്ള ഈ പി എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഇവിടെ വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച്. ഇത് വരെയുള്ള ഹൈറ്റ് എത്രയാ? എച്ച്. ഈ റേഡിയസ് അറിയാമല്ലോ, ഇത് ഈ 0 തൊട്ട് എ വരെയുള്ള പോയിന്റ്, ഇതുവരെ റേഡിയസ് ആണ്. ഇതെന്ന് പറയുന്നത് നമുക്കറിയാം 6 അല്ലെ? അപ്പൊ 0 തൊട്ട് പി വരെ എത്രയായിരിക്കും ഡിസ്റ്റൻസ്? ടോട്ടൽ ഡിസ്റ്റൻസ് 0 തൊട്ട് എ വരെ 6, ബാക്കി എച്ച്. അപ്പൊ ആർ പ്ലസ് എച്ച് എന്ന് കിട്ടും അല്ലെ? ആർ പ്ലസ് എച്ച്. ഇനി നമുക്ക് വേണ്ടത് ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ജിയുടെ വാല്യൂ ആണ് കണ്ടിടുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് ഓപ്പോസിറ്റ് ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ആദ്യമേ നമ്മുടെ കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം ടേക്കൺ ഇൻടു എ ഹൈറ്റ് എച്ച്. ടേക്കൺ ഇൻടു എ ഹൈറ്റ് എച്ച്. എച്ച് എന്ന് പറയുന്ന ഹൈറ്റിലേക്ക് എന്ത് ചെയ്തു? അതിനെ കൊണ്ടുപോയി. ആ സമയത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ജി എന്ന് പറയുന്നത് ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇത് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു. പക്ഷേ ഇപ്പൊ ഇത് എവിടെയാ കൊണ്ടിരിക്കുന്നത്? പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഹൈറ്റ് എച്ചിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്താവും? ജിയുടെ സ്ഥാനത്ത് എന്താവും? ജി എച്ച് ആയി. എന്തുകൊണ്ട്? അതിനെ ഹൈറ്റിലേക്ക് കൊണ്ടുപോയി. അപ്പൊ എന്തായി? ജി എം ഡിവൈഡഡ് ബൈ ആറിന്റെ സ്ഥാനത്ത് എന്തായി? ആറും കഴിഞ്ഞ് എച്ചും കൂടെ കൂടി. അപ്പൊ എന്താവും? ആറിന്റെ സ്ഥാനത്ത്, ഇവിടെ ആറല്ലായിരുന്നു, ആറിന്റെ സ്ഥാനത്ത് എന്തായി? ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്നായി. ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും വിളിച്ചു, ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ചു. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇക്വേഷൻ 2വിനെ ഇക്വേഷൻ 1 കൊണ്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലായാലോ? എന്ത് ചെയ്യാൻ പോവാ? ഇക്വേഷൻ 2
ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 എത്ര ഉണ്ടാ? ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്ത് വരും? ഓക്കെ, ഇക്വേഷൻ 2 ആണ് ആദ്യം എഴുതേണ്ടത്. GH ഡിവൈഡഡ് ബൈ G അല്ലെ? ഇക്വേഷൻ 2 എന്ന് പറയുന്നത് GH, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞാൽ G. അപ്പൊ GH ന്റെ നേരെ എന്നതാണ്? GM ഡിവൈഡഡ് ബൈ R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ അല്ലെ? R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് മേളിലുള്ളത്? GM ഡിവൈഡഡ് ബൈ R സ്ക്വയർ. GM ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇപ്പൊ നോക്കിയേ, രണ്ടിടത്തും GM ഉണ്ട്. ആ GM നെ ഞാൻ അങ്ങ് കട്ട് ചെയ്തു അല്ലെ? ബാക്കി എന്നാ ഉള്ളത്? ബാക്കി നോക്കിയേ, ബാക്കി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് GH ബൈ G എന്ന് പറയുന്നത് എന്താണ്? താഴെ R സ്ക്വയർ ഉണ്ട് അല്ലെ? ഇപ്പൊ ഇതെങ്ങനെ കിടക്കുന്നത്? 1 ബൈ R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 1 ബൈ R സ്ക്വയർ. ഇങ്ങനെയല്ലേ കിടക്കുന്നത്? നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ A ബൈ ബി ഡിവൈഡഡ് ബൈ C ബൈ ഡി, അതായത് 4 ഫ്രാക്ഷൻ നടക്കുക അല്ലെ? 4 നമ്പേഴ്സ് 1 2 3 4 ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒന്നാമത്തവും നാലാമത്തും കൂടെ ഒരുമിക്കും. ഒന്നാമത്തെ 1, നാലാമത്തെ R സ്ക്വയർ. അപ്പൊ 1 R സ്ക്വയറോട് വരുമ്പോൾ എന്താവും? R സ്ക്വയർ. ഇനി നോക്കിയേ, താഴെ അപ്പൊ എന്താവും? രണ്ടാമത്തെയും മൂന്നാമത്തെയും നടുക്കത്തെ രണ്ടെണ്ണം R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറും 1. അപ്പൊ എന്താവും? R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ കിട്ടിയില്ലേ? GH ഡിവൈഡഡ് ബൈ G എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം R സ്ക്വയർ ഡിവൈഡഡ് ബൈ R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇനി ശ്രദ്ധിച്ച് അടുത്ത സ്റ്റെപ്പ് എന്നാണ്? GH by G which is equal to R square divided by, ഇവിടുന്ന് ഈ R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയറിൽ നിന്ന് ഞാനൊരു 6 കോമൺ എടുത്തു. എന്തിനു വേണ്ടി? ആ മുകളിൽ ഒരു R സ്ക്വയർ ഉണ്ട്. അപ്പൊ എനിക്ക് അങ്ങോട്ട് നിന്ന് കട്ട് ചെയ്ത് കളയണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? 6 കോമൺ എടുത്തു. 6 കോമൺ എടുത്താൽ ബാക്കി എന്നാ ഉണ്ട്? ഇവിടെ 6 തന്നെ വരണം. R into 1 ആണ് 6. അപ്പൊ R into 1 6 ആയി. പിന്നെ എന്നതാ? ഇവിടെ H മാത്രമേ ഉള്ളൂ വരാവുള്ളൂ. അപ്പൊ ഞാനൊരു H എഴുതി. പക്ഷെ നോക്കി, R into H, RH എന്നായില്ലേ? H മാത്രമേ ഉള്ളൂ വരാവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡഡ് ബൈ R കൂടെ ചെയ്തു. അപ്പൊ നോക്കിയേ, ഒരു മേളിലൊരു സ്ക്വയർ കൂടെ ഉണ്ട്. നോക്കിയേ, R into 1 R, R into H by R. R into H by R എന്ന് പറയുമ്പോൾ R കൂടെ ക്യാൻസൽ ചെയ്ത് ബാക്കി H എന്നേ ഉള്ളൂ വരത്തുള്ളൂ. ഞാൻ അതിനെ ഇങ്ങനെ ഒരു ചെറിയൊരു ചേഞ്ച് മാറ്റി. ഇനി ഇതിനെ വെളിയിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? R സ്ക്വയർ. പിന്നെ ഇവിടെയോ R ന്റെ സ്ക്വയർ. അപ്പൊ എന്താ? R സ്ക്വയർ. ബാക്കി എന്നാ ഉണ്ട്? 1 പ്ലസ് H by R ദ ഹോൾ സ്ക്വയർ. കാരണം രണ്ടിനും സ്ക്വയർ ഉണ്ട്. 1 by H by R ദ ഹോൾ സ്ക്വയർ. രണ്ടിനും സ്ക്വയർ ഉണ്ടല്ലോ. R ന്റെ സ്ക്വയർ R സ്ക്വയർ 1 പ്ലസ് H by R ദ ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇപ്പൊ നമുക്ക് ഈ R സ്ക്വയറും ഈ R സ്ക്വയറോടെ കട്ട് ചെയ്യാലോ. രണ്ടിടത്തെയും പോയി. ബാക്കി എന്നാ ഉണ്ട്? GH ബൈ G. GH ബൈ G എന്താണുള്ളത്? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് H ബൈ R ദ ഹോൾ സ്ക്വയർ. കിട്ടിയില്ലേ? ഇത്രയും കിട്ടിയില്ലേ? ഇനി കുറച്ച് സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ശ്രദ്ധിച്ചേ, ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പൊ നമുക്ക് കിട്ടി എന്ത് കിട്ടി? GH ബൈ G ഇസ് ഈക്വൽ ടു 1 പ്ലസ് H ബൈ R ദ ഹോൾ സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഇത് ഒന്നുകൂടെ എടുത്തെഴുതുവാണ്. GH ഡിവൈഡഡ് ബൈ G എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ഇപ്പം 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് H ബൈ R ദ ഹോൾ സ്ക്വയർ. ഇതിനെ അങ്ങോട്ട് മുകളിലോട്ട് കൊണ്ട് ഈ സാധനം മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? നമുക്കറിയാം 1 ബൈ A റൈസ് ടു M നെ മുകളിലോട്ട് പോകുമ്പോൾ അതെന്താവും? A റൈസ് ടു മൈനസ് M ആവും അല്ലെ? എക്ക് മാറ്റില്ല, പക്ഷെ പവർ എന്ത് ചെയ്യും? ഒരു മൈനസ് അങ്ങോട്ട് കയറി വരും. ഇത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? 1 പ്ലസ് H ബൈ R. എക്ക് മാറ്റില്ല. പിന്നെ എന്താ? ആ പവർ മാറും. 2 എന്നുള്ള എന്താവും? -2 ആവും. 2 എന്ന് പറയുന്നത് എന്താണ്? -2. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് GH ബൈ G എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 1 പ്ലസ് H ബൈ R ഹോൾ റൈസ് ടു -2. ഇനി സംഭവം, ഇനിയാണ് നമ്മുടെ മാത്സിലെ ബൈനോമിയൽ തിയറം കയറി വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ 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 ചെറുതാണ് കമ്പയർ ടു R. R എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് ദ എർത്ത്. R എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദ എർത്ത് 6400 കിലോമീറ്റർ മക്കളെ. അത് വലിയൊരു നമ്പർ. ഈ H എന്ന് പറയുന്നത് ചെറിയൊരു നമ്പർ. അപ്പൊ ഈ H നെ നമുക്ക് അങ്ങോട്ട് കളയാം. പക്ഷെ നമ്മൾ H നെ കളയുന്നതിന് പകരം എന്ത് ചെയ്യും? ഒരു ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യും. 1 പ്ലസ്, ഇപ്പൊ ഇങ്ങനെയാന്ന് വെച്ചു, 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു n എന്നാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് എഴുതാൻ പറ്റും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 പ്ലസ് എൻ എക്സ്. എപ്പോഴാ ഈ എക്സ് എന്ന് പറയുന്നത് ചെറിയ 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 വാല്യൂ ആകുമ്പോൾ എന്ത് ചെയ്യാം? ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഏതാ? ഈ എക്സും എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് 1 പ്ലസ് എൻ എക്സ്. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ എഴുതുമ്പോൾ എന്ത് വരും? GH ബൈ G ഇസ് ഈക്വൽ ടു 1. ഈ -2 ഇങ്ങോട്ട് കയറി വരും. -2 ഇൻറ്റു പ്ലസ് എന്താവും? മൈനസ് ആവും. മൈനസും പ്ലസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ്. അപ്പൊ മൈനസ്, ബാക്കി ഉണ്ട് ഒരു 2 കൂടെ ഉണ്ട് അല്ലെ? പവർ അങ്ങോട്ട് ഇറക്കി എഴുതി. ബാക്കി എന്നതാ? 2H ബൈ R. അപ്പൊ എന്ത് കിട്ടി? 1 പ്ലസും മൈനസും വരുമ്പോൾ -2H ബൈ R. ഇതാണ് GH ബൈ G. ഇതിന്റെ അകത്തുനിന്ന് GH ആണ് നമുക്ക് വേണ്ടത് അല്ലെ? ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ഹൈറ്റ്. ഈ ജീനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ? എന്ത് വരും? G ഇൻറ്റു 1 മൈനസ് 2H ഡിവൈഡഡ് ബൈ R. ഇതാണ് നമ്മുടെ എന്ത്? ഫൈനൽ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ എന്ത്? ഫൈനൽ ഇക്വേഷൻ ഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ്. മനസ്സിലായല്ലോ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഉറപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ,
നേരത്തെ നമ്മൾ ഹൈറ്റ് പഠിച്ചു, അതേപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡെപ്ത്. ഡെപ്തിന്റെ വേരിയേഷൻ ഓഫ് ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ ഡെപ്ത് ആവുമ്പോൾ, നേരത്തെ ഹൈറ്റിലേക്ക് കൊണ്ടുവരുന്നു, ഇപ്പൊ എന്താ ഡെപ്ത് അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ, അതായത് ഭൂമിയുടെ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറെ വട്ടം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈറ്റും ഡെപ്തും ചിലപ്പോൾ രണ്ടും ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ചില സാധാരണ കേസിൽ ഒരെണ്ണം വയ്ക്കുന്നത്, പക്ഷെ രണ്ടും ചോദിച്ചിട്ടുള്ള എക്സാംസും ഉണ്ട്. ഇതും ശ്രദ്ധിച്ചിരിക്കുക. നോക്കിയേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എർത്തിനെ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ എർത്ത്. ഒരു സർക്കിൾ വരച്ചു. ഇനി നോക്കിയേ, ഇത് സെന്റർ, ഇത് സർക്കിളിന്റെ സെന്റർ അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ സെന്റർ. ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്താ? ക്യാപിറ്റൽ ആർ ആണെന്ന് നമുക്കറിയാം, റേഡിയസ് ഓഫ് ദ എർത്ത്. ഇനി ഞാൻ ഒരു ബോഡി കൺസിഡർ ചെയ്യുക വിച്ച് ഈസ് സിറ്റുവേറ്റഡ് എവിടെയാ? ഇൻസൈഡ്. ഒരു ഡെപ്ത് ഡി എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് വെച്ചു. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആ. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡി. അതായത് എർത്തിന്റെ സർഫസിൽ നിന്ന് അകത്തോട്ട് പോവുക, എർത്തിന്റെ സർഫസിന്റെ അകത്തോട്ട് പോവുക. അപ്പൊ ഒരു ഡി ഡിസ്റ്റൻസിലാണ്. അപ്പൊ നമുക്കറിയാലോ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ ആറ് ഇവിടെ തൊട്ട് ഇവിടം വരെ ഡി. അപ്പൊ ബാക്കിയുള്ള തന്നെ ആയിരിക്കും ആർ മൈനസ് ഡി എന്നറിയാം. ടോട്ടൽ ആറ് ഇവിടെ തൊട്ട് ഇവിടം വരെ ഡി, അപ്പം ആർ മൈനസ് ഡി. ഇത്ര മനസ്സിലായല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇതാണ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്തിന്റെ തുടക്കത്തിലത്തെ ഒരു ഡയഗ്രം. ഇനി നമുക്കറിയാം നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ നമ്മുടെ ജിയുടെ ഇക്വേഷൻ, ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നോർമൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ജി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ. ഇനി നോക്കി, ഞാൻ ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ മാസിലെ എമ്മിന് വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോവാം. എമ്മിന് പകരം ഞാൻ നമ്മുടെ ഡെൻസിറ്റി ഒക്കെ കയറി വരുന്ന ഒരു ഇക്വേഷൻ. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം. ഇതിന്റെ അകത്ത് നമുക്ക് വേണ്ടത് എന്താ? മാസ് ആണ് അല്ലെ, ക്യാപിറ്റൽ എം. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മാസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലെ, അങ്ങനെ വരത്തില്ലേ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. നമുക്കറിയാം ഡെൻസിറ്റി നമ്മൾ വേറെ ചാപ്റ്ററുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ഏതാ? റോ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ. വോളിയം എങ്ങനെയാണ് ഇക്വേഷൻ? ഇതൊരു സ്പിറിക്കൽ സർഫസ് ആണ് അല്ലെ, സ്പിയർ ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ അതിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ ഏതാ? 4/3 പൈ ആർ ക്യൂബ്. എന്തും ഇവിടെ 4/3 പൈ ആർ ക്യൂബ്. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ? വോളിയത്തിന്റെ ഇക്വേഷൻ. ഇത് രണ്ടും ചേരുമ്പോൾ മാസ് ആയില്ലേ? എം ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ്. ഞാൻ ആ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി ഉണ്ട്, നമ്മുടെ ക്യാപിറ്റൽ എമ്മിന് വരെ എന്ത് കൊടുക്കുന്നു അവിടെ? ക്യാപിറ്റൽ എമ്മിന് വരെ ഈ വാല്യൂ, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഡെൻസിറ്റി വെച്ചിട്ടുള്ള വാല്യൂ എടുക്കുന്നു. റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ആർ സ്ക്വയർ അല്ലെ. ജി എമ്മിന് പകരമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഡ്രോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ആർ സ്ക്വയർ. അപ്പൊ ഈ ആർ സ്ക്വയറും ആർ ക്യൂബും കൂടെ കട്ട് ചെയ്യാം. ഇവിടെ 2 എണ്ണോ ഇവിടെ 3 എണ്ണോ, അപ്പൊ എക്സ്ട്രാ മേളിൽ ഒരെണ്ണം വരും. എന്താണ് ഫൈനൽ ആൻസർ? ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ ആർ. 4/3 പൈ ആർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ സാധാരണ ഇക്വേഷൻ. പക്ഷേ ഇവിടെ എന്താ കേസ്? ഇവിടെ ഡെപ്ത്. ഇപ്പൊ ജി ഡി എന്ന് കൊടുക്കണം. ഡെപ്ത് ആയിട്ട് കുറച്ച് താഴോട്ട് പോയി. ഇപ്പൊ എന്താവും ഇക്വേഷൻ? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 ഇൻറ്റു പൈ. ഇത്രയും ശരിയാ? ജി റോ 4/3 പൈ. പക്ഷെ ആർ റേഡിയസ് ഇതാണോ? അല്ല, ഡിസ്റ്റൻസ് കുറഞ്ഞു. ആർ മൈനസ് ഡി ആയി അല്ലെ. നേരത്തെ ഉള്ളത് ടോട്ടൽ ഡിസ്റ്റൻസ് ആർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എന്തായി? ആർ മൈനസ് ഡി ആയി. കണ്ടല്ലോ? ആർ മൈനസ് ഡി. ഇത് നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതിനെന്താ? ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എന്ത് വരും? ജി ഡി. ഇക്വേഷൻ 2ന്റെ ലെഫ്റ്റ് സൈഡിൽ ജി ഡി ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എത്രയാ? ജി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ജി റോ ഇൻറ്റു 4/3 അല്ലെ പൈ ആർ മൈനസ് ഡി. ഇതാണ് നമ്മുടെ എന്ത്? സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഡിവൈഡഡ് ബൈ എന്താ? ഫസ്റ്റ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ 0 അല്ലെ, ബാക്കി എന്നതാ? 4/3 പൈ ആർ. ആർ ഇല്ല, ആർ മൈനസ് ഡി ഇല്ല, വെറും ആർ. ഇപ്പൊ നോക്കി ഇവിടെ എല്ലാം കട്ടാവും. 0 പോയി, 4/3 പോയി, 4/3 പോയി, പൈ പോയി, ബാക്കി എന്നാ ഉണ്ട്? ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. ഇത്രേ ഉള്ളൂ ബാക്കി ലെഫ്റ്റ് ആയിട്ടുള്ളത്. ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. ഇത്ര മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് ആയിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല, ഇച്ചിരി കൂടെ ഉണ്ട്. നോക്കിയേ, അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ജി ഡി ഡിവൈഡഡ് ബൈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ. ഇനി ഇതിന്റെ ബാക്കി എങ്ങനെയാന്ന് നോക്കാം. ജി ഡി ഡിവൈഡഡ് ബൈ ജി ഇസ് ഈക്വൽ ടു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ അല്ലെ. ഇനി നോക്കിയേ, ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ആക്കി എഴുതാലോ. അതായത് ആർ ബൈ ആർ എന്ന് എഴുതാലോ അല്ലെ. ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുക. ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ. ഇതിനെ സെപ്പറേറ്റ് ആക്കി എഴുതാലോ. ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ എന്ന്. ഇപ്പൊ ഈ ആറും കൂടെ വെട്ടിപ്പോവല്ലോ. ആറും കൂടെ വെട്ടിപ്പോയാൽ എന്താ?
1 അല്ലെ, സെയിം സാധനം അടിപൊളിയാണ്. അപ്പൊ 1 മൈനസ് ഡി ബൈ ആർ ഇതാണ് നമ്മുടെ ഫൈനൽ. ഇനി നോക്കിയാൽ നമുക്ക് വേണ്ടത് എന്താ, ജി ഡി അല്ലെ, ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഡെപ്ത്. ഈ ജി അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ജി ഇൻറ്റു ഇവിടെ താഴെ ഡിനോമിനേറ്റർ അല്ല ഡിവൈഡ് ചെയ്യുക, അങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും, ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇതാണ് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫൈനൽ ഇക്വേഷൻ ഡ്യൂ ടു ഡെപ്ത്. ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. നേരത്തെ എന്തായിരുന്നു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ് എച്ച് 1 മൈനസ് 2h ബൈ ആർ എന്നായിരുന്നു. പക്ഷെ ഇവിടെ എന്താ 1 മൈനസ് ഡി ബൈ ആർ. ഇത് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കൂടെ നൈസ് ആയിട്ട് അവർ വേറെ സാധനം കൂടെ ഇട്ട് തരും. ഫൈൻഡ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്. മക്കളെ ഇത് ശ്രദ്ധിച്ചോ, ഇത് ശ്രദ്ധിച്ചോ. അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്, അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്, എർത്തിന്റെ സെന്ററിലെ വാല്യൂ ഓഫ് ജി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. നേരത്തെ ഇതാണ് നമ്മൾ വരച്ചത് അല്ലെ, നേരത്തെ നമ്മൾ ഇതായിരുന്നു റേഡിയസ് ആക്കി എടുത്തത് അല്ലെ. പോയിന്റ് ഇവിടെ, ഈ ഡിസ്റ്റൻസ് ഡി ആക്കി, ഈ ഡിസ്റ്റൻസ് എത്രയാണ്, ആർ മൈനസ് ഡി ആക്കി. ഇപ്പം ചെയ്തിരിക്കുന്നത് അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്, നമ്മുടെ ബോഡിനെ കൊണ്ട് എവിടെ കൊണ്ടേ വെച്ചിരിക്കുക, സെന്ററിൽ കൊണ്ടേ വെച്ചിരിക്കുക അല്ലെ. ആ സെന്ററിൽ കൊണ്ടേ വെക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഇപ്പൊ എന്തായിരുന്നു, ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്നാണ് അല്ലെ. സെന്ററിലേക്ക് പോകുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായി, ഇവിടം വരെയാണോ, അല്ല, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആവത്തില്ലേ. സെന്ററിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റൻസ് ടോട്ടൽ ആവും. അതിന്റെ അർത്ഥം എന്നാ, ഈ ഡിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആറാ. എന്താവും, ആർ ഈസ് ഈക്വൽ ടു ഡി എന്നാവത്തില്ലേ, അല്ലെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു ആർ എന്ന് എഴുതാമല്ലേ. കാരണം എന്നതാ, ഇപ്പം സെന്ററാ, സെന്റർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇവിടെ തൊട്ട് നടുക്ക് തൊട്ടുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പൊ ആറും ഡിയും ഈക്വൽ ആവും. അപ്പൊ എന്തൊരു ഇക്വേഷൻ, ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡിയുടെ സ്ഥാനത്ത് എന്താവും, ആർ ബൈ ആർ. ആർ ബൈ ആർ എത്രയാ, 1 അല്ലെ, ആർ ബൈ ആർ 1. അപ്പൊ എന്ത് കിട്ടും, ജി ഇൻറ്റു 1 മൈനസ് ആർ ബൈ ആർ 1 അല്ലെ. ഇപ്പൊ 1 മൈനസ് 1, മൈനസ് 1 എത്രയാ, 0. അപ്പൊ ജി ഡി എന്ന് പറഞ്ഞാൽ എന്ത് വരും, ജി ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു എത്രയാ, 0. ഇതിനകത്ത് നിന്ന് എന്ത് പറയാൻ സാധിക്കും, അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത് ജിയുടെ വാല്യൂ എത്രയാ, 0. സെന്റർ, എർത്തിന്റെ സെന്ററിൽ എത്രയാണ്, ഗ്രാവിറ്റേഷന്റെ വാല്യൂ 0 ആണ്. മനസ്സിലാക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാ കേട്ടോ. അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്, എർത്തിന്റെ സെന്ററിൽ ജിയുടെ വാല്യൂ എത്രയാണ്, 0. മനസ്സിലായല്ലോ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, ചോദിക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ അത് എടുത്ത് എഴുതുവാണ്. എന്താണ്, അറ്റ് ദ സെന്റർ ഓഫ് ദ എർത്ത്, എർത്തിന്റെ സെന്ററിൽ എന്താ സംഭവം, at the center of the earth g is equal to acceleration due to gravity is equal to എന്താ, 0. അപ്പൊ ചോദിക്കാം എവിടെയാണ് മാക്സിമം വാല്യൂ, മാക്സിമം വാല്യൂ ഓഫ് ജി, മാക്സിമം വാല്യൂ ഓഫ് ജി എവിടെയാണ്, ഇക്വേറ്ററിലാണോ, അല്ല, ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ നേരെ സെന്റർ പോർഷൻ ആണ്, അത് 0 നമുക്ക് കിട്ടി അല്ലെ. സെന്റർ ഓഫ് ദ എർത്ത് അല്ലെ നമുക്ക് എന്ത് പറയാം, ഇക്വേറ്റർ എന്ന് പറയാവേ. ഇനി നോക്കിയേ, മാക്സിമം വാല്യൂ ജി എവിടെയായിരിക്കും, ഇക്വേറ്ററിൽ കുറവാണെങ്കിൽ ഏറ്റവും കൂടുതൽ എവിടെയായിരിക്കും, പോൾസ്. എവിടെയായിരിക്കും, പോൾസില്, നമ്മുടെ എന്തായിരിക്കും, എർത്തിന്റെ പോൾസിലായിരിക്കും എന്തായിരിക്കും മാക്സിമം വാല്യൂ ഓഫ് ജി. മനസ്സിലായാലോ. അപ്പൊ നമ്മൾ ഈ ഗ്രാഫ് നേരത്തെ പഠിച്ചായിരുന്നു, ഗ്രാഫ് അല്ല നമ്മൾ ഡയഗ്രാം പഠിച്ചു. അപ്പൊ താഴോട്ട് വരുമ്പോൾ സെന്ററിലോട്ട് വരുമ്പോഴേക്കും എന്ത് ചെയ്യുക, ജി ഡിക്രീസസ്, താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക, ജി ഡിക്രീസസ്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോഴും എന്ത് ചെയ്യുക, ജി കുറയുന്നു. ഏറ്റവും കൂടുതൽ എവിടെയാ, സർഫസ് അല്ലെങ്കിൽ പോൾസ് എന്ന് പറയാം. മനസ്സിലായാലോ. മുകളിലോട്ട് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴും ജിയുടെ വാല്യൂ എന്ത് ചെയ്തോണ്ടിരിക്കുക, കുറഞ്ഞോണ്ടിരിക്കുക. പിന്നെ എവിടെയാ ഏറ്റവും കൂടുതൽ, അറ്റ് ദ പോൾസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്, രണ്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് തീർന്നിട്ടില്ല, ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു സർഫസിൽ അല്ലെങ്കിൽ പോൾസിലാണ് ഏറ്റവും കൂടുതൽ. അതിനുശേഷം മുകളിലോട്ട് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴും എന്ത് ചെയ്യുന്നു, നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കുറയും. നമുക്കറിയാം ജിയുടെ വാല്യൂ എങ്ങനെയാണ്, ജി എച്ച് എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ ആണ് അല്ലെ, ഹൈറ്റ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ്. അതുപോലെ ഡെപ്ത് എന്ന് പറയുന്നത് ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊരു എക്സ് ആക്സിസും ഉണ്ട്, ഒരു എന്തുണ്ട്, വൈ ആക്സിസും ഉണ്ട്. നമ്മള് വൈ ആക്സിസിൽ നമ്മുടെ ജിയുടെ വാല്യൂ എടുത്തു. വൈ ആക്സിസിൽ എന്താണ്, ജിയുടെ വാല്യൂ എടുത്തു. എക്സ് ആക്സിസിൽ ഇത് എക്സ്, ഇത് വൈ. എക്സ് ആക്സിസിൽ ഡിസ്റ്റൻസ് നമ്മൾ ആർ വെച്ചിട്ടുള്ള വാല്യൂ എടുക്കും. ആർ എന്ന് പറയുമ്പോൾ റേഡിയസ് മാത്രമല്ല, ഡിസ്റ്റൻസ്, അങ്ങോട്ട് മേളിലോട്ട് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോൾ. നമുക്കറിയാം ആദ്യം ഡെപ്ത്, സെന്ററിലാണ് മാക്സിമം എന്ന് പഠിച്ചു അല്ലെ. സെന്ററിൽ മാക്സിമം, ഡെപ്തിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, കുറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ. സെന്ററിൽ 0 ആണ്, സർഫസിൽ മാക്സിമം, സോറി ഞാൻ പറഞ്ഞത് തെറ്റുണ്ട്, സെന്ററിൽ 0 ആണ്. അപ്പൊ സെന്ററിൽ 0, അതിനുശേഷം ഇതാണ് നമ്മുടെ സെന്റർ എന്ന് വെച്ചു, സെന്ററിൽ 0, അതിനുശേഷം എന്ത് ചെയ്യുക, കൂടുക അല്ലെ.
പോൾ വരെ കൂടും, അതിനുശേഷമാണ് വീണ്ടും കുറയുന്നത്. ഇത് സെന്റർ, ഇത് നമ്മുടെ സർഫസ് അല്ലെങ്കിൽ പോൾ ആണെങ്കിൽ ഇവിടെ ആ മാക്സിമം വാല്യൂ നമ്മുടെ പോളാന്ന് വെച്ചു, ഇവിടെയാണ് മാക്സിമം വാല്യൂ. പക്ഷെ താഴോട്ട് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, കുറയുക. ഇവിടെ പവർ ഒന്നുമില്ല, ജസ്റ്റ് 6 എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. എന്ത് ചെയ്യുക, കുറയുക താഴോട്ട്. അപ്പൊ എന്ത് ചെയ്യുക, ലീനിയർലി കുറയുന്നു. കണ്ടോ, ലീനിയർലി എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഈ ഹൈറ്റിലേക്ക് പോകുമ്പോഴോ നമുക്കറിയാം ഇവിടെ എന്തായിരുന്നു ഇക്വേഷൻ നേരത്തെ നമുക്ക് കിട്ടിയായിരുന്നു, ജി ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് കിട്ടിയത്, ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ ആർ എന്നായിരുന്നു കിട്ടിയത്. പൈ ആർ അത് ലീനിയർലി ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ആ സമയത്ത് നമ്മുടെ ഹൈറ്റിലേക്ക് പോകുമ്പോഴോ, ഹൈറ്റിലേക്ക് പോകുമ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയത് ജി ഇസ് ഇക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ എന്ന് വരുന്നുണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, പരാബോളയുടെ ഇക്വേഷൻ ആണ്. ഇപ്പൊ കുറയുന്നോണ്ട് എന്തായിരിക്കും ഗ്രാഫ്, നേരെയാണ് പോകുന്നത് അല്ലെ, ഇച്ചിരി ചെരിഞ്ഞ് നമ്മൾ ഇങ്ങനെ വരയ്ക്കാവുള്ളൂ. ഇത് നേരെയും അല്ലെ, ഡെപ്തിൽ എന്തായിരിക്കും നേരെ, ഇത് ഡെപ്തിലേക്ക്, ഇതെന്താ ഹൈറ്റിലേക്ക് പോകുമ്പോ എന്താണ് നമ്മള് പരാബോളയായിട്ട് വരയ്ക്കും. നേരെ വരയ്ക്കാവോ, ലീനിയർലി വരയ്ക്കാവോ, ഇല്ല. അവിടെ എന്ത് ചെയ്യണം, പരാബോള. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ എവിടെയാ, പോൾസിൽ. ഏറ്റവും കുറവ് എവിടെയാ, ഏറ്റവും കുറവ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു സെന്ററിൽ. സെന്ററിൽ 0 ആണ്, പോൾസിൽ എന്താണ് മാക്സിമം ആണ്. ഈ ഗ്രാഫും കൂടെ പഠിച്ചു വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നോക്കിയേ ഈ ക്വസ്റ്റ്യൻ, ഇപ്പൊ ഞാൻ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറെ വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള നേരത്തെ ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലംസ് ഒക്കെ നമുക്കറിയാമല്ലോ, നമുക്ക് സാധാരണ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത, പക്ഷെ ഇത് എക്സ്പെക്ട് ചെയ്തോ, ഇത് വരാൻ ചാൻസ് ഉള്ളതാ. ഇത് കുറെ വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള, ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഇത് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച് കാണത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ പ്രീവിയസ് ഇയർ നോക്കിയോ, ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ഫോക്കസ് ഏരിയ നോട്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചോ. പക്ഷേ ബൈ ഹാർട്ട് ചെയ്യണ്ട, ഞാൻ അത് മനസ്സിലാക്കി തന്നെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, at what height the value of g will be half of that on the surface of the earth. At what height, ഏത് ഹൈറ്റിലാണ് വാല്യൂ ഓഫ് ജി വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓഫ് ദ സർഫസ് ഓൺ ദ എർത്ത്. എർത്തിന്റെ സർഫസിലെ ഹാഫ് ആയിരിക്കണം, അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എത്ര ആയിരിക്കണം, ഹാഫ് ആയിരിക്കണം. അത് ഏത് ഹൈറ്റിലാണ് പോസിബിൾ ആയിട്ടുള്ളത്, ഏത് ഹൈറ്റിലാണ് വാല്യൂ ഓഫ് ജി, ജിയുടെ വാല്യൂ എന്താകുന്നത്, സർഫസിലുള്ള വാല്യൂവിന്റെ പകുതിയാകുന്നത്. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. നമ്മുടെ സാധാരണ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് ജിന്റെ ഇക്വേഷൻ എന്താണ്, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് വാട്ട് ഹൈറ്റ് എന്നാണ് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം, ജി എച്ച് എന്തായിരുന്നു, ജി എം ഡിവൈഡഡ് ബൈ ആറിന്റെ സ്ഥാനത്ത് എന്താക്കണം, ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. കാരണം മനസ്സിലായല്ലോ, ഹൈറ്റ് വരുന്നുണ്ട്, അതാണ് ആർ പ്ലസ് എച്ച്. ആ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്നതാ, ജി വിൽ ബി ഹാഫ്. ജി വിൽ ബി ഹാഫ്, ജിയുടെ വാല്യൂ എന്തായിരിക്കണം, ഹാഫ് ആയിരിക്കണം, ജി ബൈ 2 ആയിരിക്കണം അല്ലെ. ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ജി ബൈ 2 ആയിരിക്കണം. ഇനി നമുക്ക് ജിയുടെ വാല്യൂ അറിയാലോ. ജി എന്ന് പറഞ്ഞാൽ എന്താ, അതെ നമ്മൾ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ജി എം ബൈ ആർ സ്ക്വയർ. ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ജി എം ബൈ ആർ സ്ക്വയർ. പിന്നെ ഒരു ഡിവൈഡഡ് ബൈ 2 കൂടെ ഉണ്ട്. ഈ ജി മാത്രമാണ് ജി എം ബൈ ആർ സ്ക്വയർ, ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ആ 2 താഴെയും കിടക്കും, ജി എം ഡിവൈഡ് ബൈ 2 ആർ സ്ക്വയർ. നോക്കിയേ, രണ്ടിടത്തും ജി എം ഉണ്ട്. ഈ ജി എമ്മും ഈ ജി എമ്മും ക്യാൻസൽ ആയി അല്ലെ. അപ്പൊ നോക്കിയേ, ബാക്കി എന്നാ ഉണ്ട്, ബാക്കി നമുക്കുള്ളത് 1 ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ബാക്കി എന്നാ ഉണ്ട്, 1 ഡിവൈഡഡ് ബൈ 2 ആർ സ്ക്വയർ എന്നാണ് നടക്കുന്നത് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ 1 ഉം 1 ഉം ക്യാൻസൽ ചെയ്യാലോ, അല്ലെങ്കിൽ നേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 into 2 ആർ സ്ക്വയർ 2 ആർ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. മനസ്സിലായല്ലോ. ഈ രണ്ടിടത്തും സ്ക്വയർ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങ് സ്ക്വയർ റൂട്ട് എടുത്തു, ടേക്കിംഗ് സ്ക്വയർ റൂട്ട്. രണ്ടിടത്തും എന്തുണ്ട്, സ്ക്വയർ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു, സ്ക്വയർ റൂട്ട് എടുത്തു. 2നെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്ത് വരും, √2. ആർ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ 6 അല്ലെ, സ്ക്വയർ അങ്ങ് പോകും. ബാക്കി എന്നാ ഉണ്ട്, ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ റൂട്ട് പോകും. ബാക്കി എന്നതാ, ആർ പ്ലസ് എച്ച് അല്ലെ. നമുക്ക് വേണ്ട ഇതിനകത്ത് ഏതാ, ആറാണോ, അല്ല, ആറ് നമുക്കറിയാം. നമുക്ക് വേണ്ടതാ എച്ച്. അപ്പൊ എച്ചിനെ ഒരേ സൈഡിൽ നിർത്തുക. എച്ചിനെ ഞാൻ നിർത്തി. ബാക്കി ഇതിനെല്ലാം ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നേ. ബാക്കി എന്നാ √2r ഉണ്ട്, പ്ലസ് ആർ ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആർ, പ്ലസ് ആർ ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് ആർ. അപ്പൊ √2r മൈനസ് ആർ. ആറ് കോമൺ ആണല്ലോ. ആറ് കോമൺ എടുത്ത് കഴിയുമ്പോൾ ബാക്കി എന്നാ ഉണ്ട്, ഇവിടെ ഒരു √2 ഉണ്ട്, ആറിന്റെ √2 √2. പിന്നെ ഇവിടെ 6 വരണ്ടേ, സെയിം നമ്പറാ. അപ്പൊ എത്രയാ, -1. 6 into √2 -1. ബാക്കി ഇങ്ങോട്ട് എഴുതുവാണേ, ശ്രദ്ധിച്ചോ. h is equal to r. r എന്ന് പറഞ്ഞാൽ r എന്ന് തന്നെ. √2ന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം, 1.414. ആറിന്റെ വാല്യൂ √2ന്റെ വാല്യൂ എത്രയാ, 1.414 -1. അപ്പം 1.414ൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും, 0.414 into r. മനസ്സിലായാലോ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ ഏത് ഹൈറ്റിലാണ് ജിയുടെ വാല്യൂ ഹാഫ് ആകുന്നത്, 0.414 into r. r എന്ന് പറഞ്ഞാൽ 6400 കിലോമീറ്റർ. എക്സാക്ട്ലി 6371 ആണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എത്രയാണ്, 6400 കിലോമീറ്റർ.
ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിന്റെ അപ്പുറത്തോട്ടല്ലാതെ നിങ്ങൾ ഒന്നും പഠിക്കുകയേ വേണ്ട. ഉറപ്പാ, വേറെ ഒരു ക്വസ്റ്റ്യനും പഠിക്കണ്ട. ഈ ക്ലാസ് ഫുൾ ആയിട്ടിരുന്ന് കേട്ടോ, 2 വട്ടം കേക്ക്, നന്നായിട്ടിരുന്ന് മനസ്സിലാക്ക്. അതേപോലെ നോട്ട് എഴുതിയെടുക്ക്. ഇത് തന്നെ വരും, ഇത് തന്നെ വന്നിരിക്കും. ഓർക്കുക, പോളിലാണ് മാക്സിമം, സെന്ററിൽ 0. സെന്ററിൽ നിന്ന് പോളിലേക്ക് പോകുമ്പോൾ കൂടും, പോളിൽ നിന്ന് സെന്ററിലേക്ക് വരുമ്പോൾ കുറയും, പോളിൽ നിന്ന് ഹൈറ്റിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും കുറയുന്നു. ഏറ്റവും കൂടുതൽ എവിടെയാ? സർഫസ് അല്ലെങ്കിൽ പോളിലാണ്. മനസ്സിലാക്കുക. ഹൈറ്റിന്റെയും ഡെപ്തിന്റെയും ഇക്വേഷൻ പഠിക്കുക. അതെങ്ങനെയാ വന്നതെന്ന് ഡിറൈവ് ചെയ്ത് പഠിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, പിന്നെ ഈ പ്രോബ്ലം ഇതും പഠിക്കുക, ഗ്രാഫ് പഠിക്കുക, വാല്യൂ ഓഫ് ജി, ജിയുടെ വാല്യൂ പഠിക്കുക, യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. ഇത്ര മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഉറപ്പാ A+. ഇതല്ലാതെ വേറെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് ചോദിക്കാനില്ല. നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്. ഉറപ്പായിട്ടും പഠിക്കുന്നവർ അല്ലെങ്കിൽ ആഗ്രഹമുള്ളവർ, പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുന്നവരല്ല, അവർക്ക് ഓൾറെഡി അറിയാം. നമ്മളെന്താ ഒന്നും അറിയാത്ത പിള്ളേരാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഓരോ സാധനങ്ങൾ പഠിക്കാനുള്ളത് അതിൻ്റെ അകത്ത് ഇടുന്നതായിരിക്കും. എന്ത് ചെയ്യുക, മാക്സിമം +1 കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ അല്ലെ, എല്ലാവരും പഠിക്കുക, എല്ലാവരും നല്ല മാർക്കോടെ വിജയിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട്, അടുത്ത വീഡിയോസ് എന്ന് പറയുമ്പോൾ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ഉറപ്പ് ക്വസ്റ്റ്യൻസ്, അതിന്റെ തിയറി ഞാൻ ഇന്ന് പഠിപ്പിച്ച പോലെ തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാ തിയറിയും ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തും. ഇന്ന് മനസ്സിലായല്ലോ. എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി ഇതിന്റെ കൂടാതെ വേറെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. എന്ത് ചെയ്യുക, അതിനകത്ത് നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. എന്തെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് പഠിപ്പിച്ച് തന്നിരിക്കും. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.